അഹങ്കാരത്തിന്റെ അവസാനം ആത്മഹത്യ. അഹങ്കാരത്തിന്റെ അവസാനം എന്താണ്? കഠിനമായിരിക്കുന്ന പീഡകളാണ്. നിങ്ങൾക്കറിയാമോ, അഹങ്കാരികളുടെ ജീവിതം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ ബന്ധുക്കളിലും സമൂഹത്തിലും ഒരു നാൾ തന്റെ ശരീരത്തിന്റെ കരുത്തുകൊണ്ട് അഹങ്കാരം കാണിച്ച അനേക യൗവനക്കാരും ഇന്ന് വാർദ്ധക്യത്തിന് അവരവരുടെ ശരീരം തന്നെ അവർക്ക് ഭാരമായിട്ട് മരിച്ചാൽ മതി എന്നുള്ള അനുഭവത്തിൽ കിടക്കുകയാണ്. നോക്കിക്കുവാൻ യൗവനക്കാരെ, നിങ്ങളുടെ മസിൽ പവർ കൊണ്ട് നിങ്ങളിപ്പോൾ അഹങ്കാരിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക. നീ ഉടനെ മരിച്ചില്ലെങ്കിൽ നീ വാർദ്ധക്യത്തിലാകും. നിന്റെ ശരീരം നിനക്ക് ഭാരമായിട്ട് തരും. സൗന്ദര്യത്തിൽ അഹങ്കരിച്ച് എത്രയോ പെൺകുട്ടികളുടെ കുടുംബജീവിതം തകർന്നു പോയി. പ്രിയപ്പെട്ട, ഇതെല്ലാം ദൈവം തന്ന ദാനമാണെന്ന് നിശ്ചയിക്കാതെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പോലെ നമ്മൾ ജീവിച്ചു. സമ്പത്തിൽ ആശ്രയിച്ച് അഹങ്കരിച്ച അനേക വ്യക്തികൾ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയിട്ട് ലജ്ജാപാത്രങ്ങളായിട്ട് തീർന്നില്ലേ പ്രിയപ്പെട്ട? എത്രയോ പേര് നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ, കള്ളു കുടിക്കുന്നവനും കള്ളു കുടിക്കാത്തവനും ദൈവത്തിന് മുമ്പിൽ ഒരുപോലെ ഉള്ളൂ. ഒരു മതത്തിന്റെ പുരോഹിതനും അവൻ ശുശ്രൂഷിക്കുന്ന കള്ളുകുടിയനും ദൈവത്തിന് മുമ്പിൽ ഒരുപോലെ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ നേതാവായാലും ശരി, തെരുവോരങ്ങൾ നടക്കുന്ന യാചകരായാലും ശരി, ദൈവത്തിന് മുമ്പിൽ ഒരുപോലെ ഉള്ളൂ. എല്ലാവരും പാപം ചെയ്ത് എല്ലാവരും നരകാഗ്നിയിലേക്ക് പോകുന്നവർ.